നമസ്കാരം. അമേരിക്കയുടെ പാട്രിയോട്ട് മിസൈൽ ശേഖരം അപകടകരമാം വിധം കുറഞ്ഞതിനെ തുടർന്ന് ഇറാനെതിരായ വ്യോമാക്രമണം താൽക്കാലികമായി നിർത്തിവെച്ച് ഡൊണാൾഡ് ട്രംപ്. റഷ്യയും ചൈനയും ഈ സാഹചര്യം മുതലെടുക്കുമെന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ ആശങ്ക. കാസ്പിയൻ കടലിൽ യുക്രൈൻ നടത്തിയ ഷെല്ലാക്രമണവും എണ്ണവിലയിലെ ഇടിവും മിഡിൽ ഈസ്റ്റിൽ പുതിയ സംഘർഷത്തിന് തിരികൊളുത്തുന്നു. ഇറാനെതിരെയുള്ള സൈനിക ആക്രമണങ്ങൾ പെട്ടെന്ന് നിർത്തിവെക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം വാഷിംഗ്ടണിൽ വലിയ രാഷ്ട്രീയ അലയൊലികൾക്കും കടുത്ത ആശങ്കകൾക്കും വഴിവെച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ പാട്രിയോട്ട് മിസൈൽ ഇന്റർസെപ്റ്റർ ശേഖരം വൻതോതിൽ കുറഞ്ഞുവെന്നും ഇത് തുടർന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഈ ബലഹീനത മുതലെടുത്ത് യൂറോപ്പിലും ഏഷ്യയിലും കനത്ത ആക്രമണങ്ങൾക്ക് മുതിർന്നേക്കുമെന്നും ഉന്നത സൈനിക ഉപദേഷ്ടാക്കളും വൈസ് പ്രസിഡന്റ് JD വാൻസും ട്രംപിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ സുരക്ഷിതമല്ലാതായി മാറുമെന്ന ആശങ്കയും ഭരണകേന്ദ്രങ്ങളിൽ ശക്തമാണ്. ലോകമെമ്പാടുമുള്ള US നയങ്ങളെ ഇത് പ്രതികൂലമായി ബാധിച്ചേക്കാം. പാട്രിയോട്ട് ഇന്റർസെപ്റ്ററുകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ വൻ ആവശ്യകതയുണ്ടെങ്കിലും മിഡിൽ ഈസ്റ്റിലെയും യുക്രൈനിലെയും തുടർച്ചയായ ഉപയോഗത്തിന് അനുസൃതമായി പുതിയവ നിർമ്മിച്ചെടുക്കാൻ അമേരിക്കൻ പ്രതിരോധ നിർമ്മാണശാലകൾക്ക് സാധിച്ചിട്ടില്ലാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. യുക്രൈന് ആയുധങ്ങൾ എത്തിച്ചു നൽകുന്നതിനിടയിലാണ് അമേരിക്കയ്ക്ക് സ്വന്തം താവളങ്ങളിലെ കരുത്ത് ചോർന്നു പോകുന്ന സാഹചര്യം നേരിടേണ്ടി വന്നിരിക്കുന്നത്. തുടർച്ചയായ 13 ദിവസത്തെ അതിശക്തമായ ബോംബാക്രമണങ്ങൾക്ക് ശേഷമാണ് നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറക്കാനായി ട്രംപ് താൽക്കാലികമായി ആക്രമണം നിർത്തിവെച്ചത്. എന്നാൽ ആയുധശേഖരം കാലിയായതുകൊണ്ടാണ് ട്രംപ് പിൻവാങ്ങിയതെന്ന മാധ്യമ റിപ്പോർട്ടുകൾ വൈറ്റ് ഹൗസ് വക്താവ് കാരോലിൻ ലീവിറ്റ്സ് ഔദ്യോഗികമായി നിഷേധിച്ചിട്ടുണ്ട്. ഏത് വലിയ ദൗത്യവും നേരിടാൻ സായുധ സേനയ്ക്ക് ആവശ്യമായ എല്ലാ വിഭവവും ഇപ്പോഴും ഉണ്ട് എന്നാണ് വൈറ്റ് ഹൗസിന്റെ വാദം. എങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയത്തിലുള്ള ആശങ്കകൾക്ക് യാതൊരു കുറവും വന്നിട്ടില്ല. അമേരിക്കയുടെ ഈ പ്രതിസന്ധിക്കിടയിലാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ അലയൊലികൾ ഇറാനിയൻ കടലിലേക്കും വ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാസ്പിയൻ കടലിൽ യുക്രൈൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ റഷ്യൻ യുദ്ധക്കപ്പലിനും ഇറാനിയൻ കപ്പലിനും കേടുപാടുകൾ സംഭവിക്കുകയും ഒരു നാവികൻ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. യുക്രൈൻ ആക്രമിച്ചത് സൈനിക ആയുധങ്ങളും കാർഗോകളും കടത്താൻ ഉപയോഗിച്ച കപ്പലുകളാണ് എന്ന് വാദിക്കുമ്പോൾ തങ്ങളുടേത് വെറും ഒരു കൊമേഴ്ഷ്യൽ കപ്പലാണെന്നും റഷ്യൻ യുദ്ധത്തിൽ ഇതുവരെ ഇടപെട്ടിട്ടില്ല എന്നുമാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം കർശനമായി പ്രതികരിച്ചത്. ഈ സംഭവത്തെ തുടർന്ന് ഇറാൻ യുക്രൈൻ നയതന്ത്ര പ്രതിസന്ധിയെ നേരിട്ട് വിളിച്ചു വരുത്തി ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. മുൻപ് ജൂൺ മാസത്തിൽ ഒപ്പുവെച്ച 14 ഉടമ്പടി കപ്പൽ ഗതാഗത തർക്കങ്ങളെ തുടർന്ന് തകർന്നടിഞ്ഞതിന് പിന്നാലെയാണ് അമേരിക്ക കനത്ത നാവിക ഉപരോധവും രാത്രികാല ബോംബാക്രമണങ്ങളും അഴിച്ചുവിട്ടത്. അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ നടത്തിയ ഷെല്ലാക്രമണങ്ങളിൽ കുറഞ്ഞത് 4 അമേരിക്കൻ സൈനികരെങ്കിലും കൊല്ലപ്പെട്ടിരുന്നു. നിലവിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ ടെഹ്റാനിൽ വെച്ച് ഇറാൻ ഉദ്യോഗസ്ഥരുമായി നടക്കുന്ന ചർച്ചകളിലാണ് സമാധാന നീക്കങ്ങളുടെ ഭാവി ഇപ്പോൾ നിക്ഷിപ്തമായിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നത്.